ഒറിജിനലിന് വെല്ലുന്ന വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി സമ്മാനം തട്ടിയെടുത്തതായി പരാതി. മലയൻകീഴ് ചന്തയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന മാങ്കുന്നിൽ ഏജൻസി ഉടമ നെൽസൺ ആണ് CCTV ദൃശ്യങ്ങളും വ്യാജ ടിക്കറ്റും ഉൾപ്പെടെ പരാതി നൽകിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് തട്ടിപ്പ് നടന്നത്. മലയൻകീഴ് തിരുവനന്തപുരം പ്രധാന റോഡിൽ ചന്തയ്ക്ക് സമീപമാണ് മാങ്കുന്നിൽ ഏജൻസീസ് പ്രവർത്തിക്കുന്നത്. വൈകുന്നേരത്തോടെ എത്തിയ അജ്ഞാതൻ 5000 രൂപയുടെ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകിയ ശേഷം ബുധനാഴ്ചത്തെ 10 ടിക്കറ്റുകൾ എടുക്കുകയും ശേഷം 4500 തുകയായി കൈപ്പറ്റിയ ശേഷമാണ് ഇയാൾ മുങ്ങിയത്. അന്വേഷണത്തിൽ പേയാട് ചന്തമുക്കിന് സമീപത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ 500 രൂപ തട്ടിയെടുത്തതായി ഇതേ ഉടമ തന്നെ കണ്ടെത്തി. തുടർന്ന് പോലീസിൽ ഇവർ പരാതി നൽകി. ഇക്കഴിഞ്ഞ 11-ാം തീയതിയിലെ ധനലക്ഷ്മി ലോട്ടറിയുടെ ടിക്കറ്റാണ് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ കളർ ഫോട്ടോ കോപ്പി എടുത്ത് തട്ടിപ്പ്. സമ്മാന തുകകൾ സാധാരണയായി മൊബൈലിൽ സ്കാൻ ചെയ്താണ് സമ്മാനം ഉറപ്പിച്ച് കടയുടമകളും ജീവനക്കാരും തുക നൽകുന്നത്. ഇത്തരത്തിൽ മൊബൈലിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇവർ സ്കാൻ ചെയ്ത ശേഷം റിസൾട്ട് പ്രിന്റ് ഷീറ്റിലും സമ്മാന തുക ഉറപ്പിച്ച് തുക കൈമാറിയത്. അതേസമയം രാത്രിയോടെ കണക്കുകൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ഇതിൽ സ്കാൻ ചെയ്തപ്പോഴാണ് തങ്ങളെ കബളിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് കൂടുതൽ പരിശോധനയിൽ ഇത് കളർ ഫോട്ടോ കോപ്പിയാണെന്ന് മനസ്സിലാക്കുകയും മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെത്തി കടയുടമ നെൽസൺ പരാതി നൽകുകയുമായിരുന്നു. 16-ാം തീയതി വൈകുന്നേരത്ത് 7 മണിക്ക് ഒരാൾ വന്ന് 5000 രൂപയുടെ പ്രൈസ് ടിക്കറ്റ് ഉണ്ട് മാറിത്തരുമെന്ന് ചോദിച്ചു. 10 ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് വാങ്ങിച്ച് കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തപ്പോൾ 5000 രൂപ വിന്നിങ് കാണിച്ചു. 10 ടിക്കറ്റും എടുത്ത് കൊടുത്തിട്ട് 4500 രൂപ ബാക്കി കൊടുത്തു. പുള്ളി പോയതിന് ശേഷം ഞാൻ പുള്ളിയുടെ ക്യാമറയിൽ CCTVയിൽ നോക്കിയ സമയത്ത് ഒരു ഫ്രോഡ് ലുക്ക് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ടിക്കറ്റ് ഞാൻ മോനെ വിളിച്ച് കാണിച്ച് ഇത് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് പുള്ളി രാവിലെ അത് ചെക്ക് ചെയ്ത സമയത്ത് കളർ ഫോട്ടോസ്റ്റാറ്റ് ടിക്കറ്റാണെന്ന് മോന് മനസ്സിലായി. അങ്ങനെ അന്ന് തന്നെ 11 മണിയോടെ 11 മണിക്ക് മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എൻ്റെ CCTVയുടെ ദൃശ്യം ഉൾപ്പെടെയാണ് പരാതി കൊടുത്തത്. ഇല്ല, ഒന്നും അറിയില്ല. ഇല്ല, ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇയാളെ എനിക്ക് തൊട്ട് മുമ്പുള്ള 2-3 കടകളിലെ പ്രൈസ് മാറുന്നതിനെ കുറിച്ച് ചോദിച്ചതായിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു.